എടാ ഷിൻചാനെ പിൻചാനെ ഈ വണ്ടിയുടെ ഡിക്കിയിലേ നിറച്ച് ഗോൾഡ് ഇരിക്കുന്നുണ്ട്. ഏ ഗോൾഡാ? അണ്ണനപ്പോ പോലീസ് പിടിക്കില്ലേ? പോലീസ് പിടിക്കോന്നാ? എന്നെ ഇതൊരിക്കും പോലീസൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ അവിടെ ഒരു ബീച്ചില്ലേ, അവിടെ ഒരാൾ നിൽക്കണ്ടാവും, അയാൾക്ക് കൊണ്ടു കൊടുക്കണം. ജുറാസിക് പാർക്കിന്റെ അവിടെ ബീച്ച് ഉണ്ടാ? ആ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ടേക്ക് പോയിണ്ട്, ട്രെയിനിൽ പോയിണ്ട്. അല്ല അങ്ങോട്ടേക്ക് ഇച്ചിരി ദൂരല്ലേ? വഴിയിൽ വെച്ച് പോലീസ് പിടിക്കോ? ഇല്ലടാ പിൻചാനെ, പോലീസൊന്നും പിടിക്കില്ല. പോലീസ് പിടിക്കാണ്ട് നമുക്ക് നോക്കണം. ഞാൻ പിന്നെ ഈ പണിയില്ലേ, ഇത് ആദ്യമായിട്ടൊന്നല്ല ചെയ്യണേ. ഞാൻ ഇതിനു മുൻപ് ഇഷ്ടം പോലെ വട്ടം ഈ പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? പോലീസ് എൻ്റെ അടുത്തേക്കാണല്ലോ വരണേ. അയ്യോ നൈസായിട്ട് പണിപ്പാളി, എൻ്റെ വണ്ടി ഇതാ മറിഞ്ഞു വീണു. സീനില്ല. ആ ബെസ്റ്റ്. പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും എന്താ പോലീസ് വന്നു. അണ്ണ നമ്മുടെ വണ്ടി ഡാമേജ് ആയല്ലോ. ഈ ഡോറൊക്കെ പൊളിയാറേ. ഈ ഡോറിപ്പോ ലോക്കാവണില്ല. എടാ ഷിൻചാനെ, വണ്ടിയൊക്കെ നമുക്ക് പിന്നെ റിപ്പയർ ചെയ്യാം. ആദ്യം ഈ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ. എന്നാലും ഇവരെങ്ങനെ അറിഞ്ഞേ? അവന്മാരിതേ സ്വയം കൂട്ടിയിടിച്ചു. അല്ല എന്നാലും ഇവർക്കെങ്ങനെ മനസ്സിലായേ ഞാനിപ്പോൾ ഗോൾഡ് കടത്താൻ പോവാന്ന്? ഞാൻ രഹസ്യമായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. ഇവന്മാർ പക്ഷെ അറിഞ്ഞു. അണ്ണാ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമുക്കേ പോലീസിന്റെ രക്ഷപ്പെടാം, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. അയ്യോ നമ്മുടെ വണ്ടി ഡാമേജ് ആയല്ലോ. ഫ്രണ്ടിലത്തെ ഡോറും പോയി, ബാക്കിലത്തെ ഡോറും പോയി. ഇനി ഇതൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് കുറെ പൈസ ചെലവാവില്ലേ? എടാ ഷിൻചാനെ, ആ ഗോൾഡ് ഒന്ന് വിറ്റ് പോട്ടെ. അന്നേരം നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. പിന്നെ നമുക്ക് ഡിഫൻഡർ ഇല്ലേ, നമുക്ക് 10 ഡിഫൻഡർ മേടിക്കാം. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ആ ഗോൾഡ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചാൽ മതി. ബാക്കി കാര്യം പിന്നെ അവന്മാർ നോക്കിക്കോളും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാ. ഞാനിപ്പോൾ അതായിരിക്കണേ. നമുക്ക് വേണമെങ്കിൽ ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാം. ജുറാസിക് പാർക്കിൽ പക്ഷേ ഇഷ്ടം പോലെ ഡൈനോസർ ഉണ്ടാവും. അവന്മാർ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ജുറാസിക് പാർക്ക് ഇച്ചിരി സീനാണ്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കാം. അണ്ണാ അതെ, ഞാൻ പറയണെങ്കിൽ നമുക്ക് ജുറാസിക് പാർക്കിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കാം. അതായിരിക്കും നല്ലത്. ഇവിടത്തെ പോലീസുകാർ പിന്നെ പേടിത്തൊണ്ടന്മാരല്ലേ, അവര് ജുറാസിക് പാർക്കിന്റെ അകത്തേക്ക് കയറി വരില്ല. എടാ പിൻചാനെ, നീ ഇപ്പോൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഈ ജുറാസിക് പാർക്കില്ലേ, അത് പണ്ടത്തെ പോലെയല്ല. പണ്ട് ഞാൻ ജുറാസിക് പാർക്കിൻ്റെ അകത്താ ഒളിച്ചിരിക്കാറ്. അന്ന് പിന്നെ അധികം ഡൈനോസർസ് ഉണ്ടായിരുന്നില്ല. കൂടിപ്പോയ ഒരു 2 ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഒരു 50 ഡൈനോസർ ഉണ്ടാവും. അവർ നമ്മളെ കൂട്ടായിട്ട് അറ്റാക്ക് ചെയ്താലേ പണിയാവും. പിന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഇച്ചിരി പാടാ. നമുക്കതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് വേറെ സ്ഥലം നോക്കേണ്ടി വരും. അയ്യോ ഇതിപ്പോൾ എന്താണ്ടായേ, എൻ്റെ വണ്ടി വീണ്ടും സ്റ്റക്കായല്ലോ. അത് സീനില്ല, നമ്മളെങ്ങനെയൊക്കെയാ പുറത്തേക്ക് എടുത്തേക്കാ. ഇവിടെ പിന്നെ ഒരു വില്ലേജ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരുന്നാലോ? ഈ സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ല. അണ്ണാ ഇവിടെ ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മള് അകത്തേക്ക് കയറണതേ പോലീസുകാർ കണ്ടിട്ടുണ്ട്. ഇല്ലടാ പിൻചാനെ, നിനക്ക് തോന്നണതാ. അവന്മാരെ കണ്ടിട്ടൊന്നുമില്ല. നമുക്കപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം. ഈ സ്ഥലം വലിയ കുഴപ്പമില്ല. നമ്മുടെ വണ്ടി പിന്നെ നല്ലോണം ഡാമേജ് ആയിട്ടാ. 3 ഡോറ് പോയി. ഇനി ഒരു ഡോറ് മാത്രമേ ബാക്കിയുള്ളൂ. അതിപ്പോൾ സീനില്ല. ആ ഗോൾഡൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്യാഷ് കിട്ടും. അന്നേരം പുതിയ വണ്ടി മേടിക്കാം. അത്രേ ഉള്ളൂ. അണ്ണാ അവിടെ പോലീസ് പോണ്ടല്ലോ, നമ്മളെ കണ്ടില്ലെന്നാ തോന്നണേ. ഇവരെന്നാലും പൊട്ടന്മാരാണോ? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. പോലീസ് ഇവിടെ വരെ വന്നു, എന്നിട്ടും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവന്മാരൊക്കെ അങ്ങനെയാ. ഇവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുട്ടായാലും കുറച്ചുകൂടി നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അവന്മാർ ഇവിടെ നിന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാം. ഏയ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അതായിരിക്കും നല്ലത്. ഈ ഭാഗത്തിപ്പോ എനിക്ക് പോലീസുകാരെയൊന്നും കാണാനില്ല. എടാ പിൻചാനെ നിനക്ക് കാണാണ്ട? ഇവിടെ 2 പോലീസ് വണ്ടി ഉണ്ട്. വണ്ടി മാത്രമല്ലോ, അതിൻ്റെ അകത്ത് ആരില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോൾ നേരെ ബീച്ചിലേക്ക് പോവാം. പിൻചാനെ,
നമുക്കിനി അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവാം. നമ്മുടെ വാണ്ടഡ് ലെവലില്ലേ അതൊക്കെ പോയിട്ടാ. അതുകൊണ്ട് ഇനി പോലീസുകാർ നമ്മുടെ പിന്നാലെ വരില്ല. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ പിന്നെ റോഡ് ഫുള്ള് കാലിയാ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു വിടാം. ഇത് പിന്നെ ഡിഫൻഡറാ. ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്, നല്ല പവർഫുൾ എഞ്ചിനാ. അണ്ണാ ഇവിടെ ഇപ്പം നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അണ്ണൻ പറഞ്ഞ ആളില്ലേ, അയാളെവിടെയാ? അയാളെ ഇവിടെ നിന്ന് കാണാലല്ലോ. ഇവിടെ പിന്നെ ഒരു പെണ്ണ് നടന്നു പോണ്ട്. അത് പെണ്ണല്ലല്ലോ, ആണല്ലേ? ആടാ പിഞ്ചനെ, അതൊരു ആണാ. അയാൾ പക്ഷെ എവിടെയാ, കാണാനില്ലല്ലോ. ആ, അയാളിത് എവിടെ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടാ, ഞാൻ ദേ ഗോൾഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കി നോക്കിയേ. ആ, നിങ്ങളുടെ പേര് ഫ്രാങ്ക്ലിൻ ആണോ? ആ ചേട്ടാ, എൻ്റെ പേര് ഫ്രാങ്ക്ലിനാ. ഞാൻ ദേ ഗോൾഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ പൈസ ഇങ്ങ് തായോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആ ഗോൾഡൊക്കെ വിറ്റേക്കാണ് കേട്ടോ. നമുക്കിത് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടി. അയാൾ പിന്നെ ആ ഗോൾഡ് എടുത്തിട്ട് സ്പീഡ് ബോട്ടിലൊക്കെ കയറിപ്പോയേ. സ്പീഡ് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ സീനാവില്ലെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പൈസ കിട്ടിയില്ലേ, അത് മതി. ഇനിയിപ്പോൾ നമുക്ക് കുറേ പരിപാടി ഉണ്ട്. എടാ ഷിൻചാനെ പിൻചാനെ, എന്താ ചെയ്യണ്ടേ? എന്താ പരിപാടി? അണ്ണാ അതെ, നമുക്ക് ആദ്യം ഈ വണ്ടിയില്ലേ ഇത് റിപ്പയർ ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. അല്ലെങ്കിൽ വേണ്ട, വണ്ടി റിപ്പയർ ചെയ്യണ്ട, പുതിയ വണ്ടി ഇങ്ങ് മേടിക്കാം, അതായിരിക്കും നല്ലത്. ആടാ ഷിൻചാനെ, പുതിയ വണ്ടി മേടിക്കാം. ഇതിപ്പോൾ റിപ്പയർ ചെയ്യുന്നല്ലേ ഒരാഴ്ച സമയം എടുക്കും. അതിപ്പോൾ വേണ്ട, നമുക്കപ്പോൾ പോയിട്ട് പുതിയ വണ്ടി എടുക്കാം. ഷോറൂമിൽ പിന്നെ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങ് പർച്ചേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് 4ാമത്തെ ഡോറും കൂടി പൊളിയാറായി. അതിപ്പോൾ ഏത് സമയത്തും പൊളിഞ്ഞു വീഴും. അണ്ണാ ഈ ഷോറൂം ഇവിടെ അടുത്തല്ലേ, അധികം ദൂരമൊന്നുമില്ലല്ലോ? ഇല്ലടാ ഷിൻചാനെ, ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോറൂമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതി. ആ ഷോറൂമിൽ പിന്നെ ഇഷ്ടം പോലെ കാറുണ്ടാവും, എല്ലാം നൈസ് കാറാവും. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. അവിടെ പിന്നെ കാറൊക്കെ ഇരിക്കുന്നുണ്ട്. അത് പക്ഷേ ജി ക്ലാസ്സാന്ന് തോന്നുന്നുണ്ട്. അവിടെ 2 ജി ക്ലാസ് ഇരിക്കുന്നുണ്ട്. 2 അല്ല 3 ഉണ്ട്. ഇവിടെ ഇപ്പോൾ ജി ക്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിയൊന്നുമില്ലേ? ഇവിടെ ഈ വണ്ടിയില്ലേ ബ്ലാക്ക് കളറ്, ഇത് കാണാൻ നൈസായിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് പർച്ചേസ് ചെയ്താലോ? ഹലോ സാറേ, വണ്ടി എടുക്കാൻ വന്നതാണോ? സാറിന് ഇതിൽ ഏത് വണ്ടി ഇഷ്ടമായേ? അല്ല, ഇവിടെ ഇപ്പോൾ ജി ക്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിയൊന്നുമില്ലേ? ഇല്ല സാറേ, ഇവിടെ ഇപ്പോൾ വേറെ വണ്ടിയൊന്നുമില്ല, ജി ക്ലാസ് മാത്രമേ ഉള്ളൂ. ആ ശരി, എന്തെങ്കിലും ആവട്ടെ. ഈ ബ്ലാക്ക് കളർ വണ്ടിയില്ലേ, ഇതിന് എത്ര റേറ്റ്? ഈ വണ്ടിക്ക് ഏകദേശം 2 കോടി വരണേ. 2 കോടിയാണോ? എന്നാൽ ശരി, ആ വണ്ടി ഇങ്ങ് ഫിക്സ് ചെയ്യാം. ഈ വണ്ടി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നൈസ് വണ്ടിയാ. ഓക്കെ, ഇവിടെ ഞാൻ ക്യാഷൊക്കെ കൊടുത്തേക്കാണ് കേട്ടാ. നമ്മളങ്ങനെ ഈ വണ്ടി ഡെലിവറി എടുത്തു. എടാ ഷിൻചാനെ പിൻചാനെ, ഈ വണ്ടി എങ്ങനെയുണ്ട്? നൈസ് വണ്ടിയല്ലേ? ആ ഫ്രാങ്ക്ലിൻ അണ്ണാ, ഇത് നൈസ് വണ്ടിയാ. പക്ഷേ ആ ഡിഫൻഡറും നൈസായിരുന്നു കേട്ടാ. നമുക്ക് ഒരു ഡിഫൻഡറും കൂടി മേടിച്ചാലോ? ആടാ, നമുക്ക് ഡിഫൻഡറും മേടിക്കാം. ഷോറൂമിൽ പിന്നെ ഇപ്പോൾ സ്റ്റോക്കില്ല. ആ ഷോറൂമിൽ ഇപ്പോൾ ജി ക്ലാസ് മാത്രമേ ഉള്ളൂ. അവിടെ എന്നാണോ ഡിഫൻഡർ വരണേ, നമുക്ക് അന്നേരം മേടിക്കാം. അയ്യോ അണ്ണാ, പതുക്കെ ഓടിക്കേ, ഇതും കൊണ്ട് ഇടിക്കല്ലേ. ആടാ ഷിൻചാനെ, നോക്കിയും കണ്ട് ഓടിച്ചോളാം.